ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗമായാലും അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, അതേപോലെ ബോസ് ഡ്രൈവർ റോളറൊക്കെ കിടക്കുന്ന യൂണിറ്റാണിത്. നിലവിൽ അതിൻ്റെ തേമാനമൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലൊക്കെ ഉള്ള തേമാനമുണ്ട്. വെൻഡെക്സിൻ്റെ പെർഫോമൻസും ഓക്കെ ആയിട്ടാണ്. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഔട്ടർ യൂണിറ്റിലും വേറെ കുറേത്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. വേറെ പുത്തൻ ബെൽറ്റാണ്, വേറെ ഒന്നും പറ്റിയിട്ടോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയതാണ്. ബാക്കിലത്തെ ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിൽ അഴിച്ചു പോകണം. അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ടയറൊക്കെ ആയാലും പുതിയ ടയർ കിടക്കണേ. അത്യാവശ്യം നല്ല ടയർ, ട്യൂബ്ലെസ് തന്നെ, മറഫിൻ്റെ ട്യൂബ്ലെസ് കിടക്കണം. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് നോക്കുമ്പോൾ ഓക്കെയാണ്. വേറെ പ്രോബ്ലം. ആക്സിലേറ്ററിൻ്റെ കേബിളായാലും വർക്കിംഗ് സ്മൂത്താണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് കുഷ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട്. അത് നമുക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരിക. രണ്ടെണ്ണത്തിൻ്റെയും കൂടിയിട്ടുണ്ടോ. ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമായാലും ബ്രേക്ക് ഷൂൻ്റെ ഭാഗമായാലൊക്കെ പുതിയ നല്ല ബ്രേക്ക് ഷൂണ്ട് കിടക്കണം. ടയറായാലും പുതിയ ടയർ കിടക്കണം. മാറത്തിൻ്റെ തന്നെ സാപ്പർ മോഡലാണ് കിടക്കുന്നത്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കുന്ന ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ്. 2022 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.77 റേഞ്ചിൽ വോൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു വാല്യുവേഷൻ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയ രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 2022 മോഡലാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ നിലവിൽ സെൽഫോ കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. ബൈ ചാൻസ് എന്തെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ആണെന്നുള്ള ദിവസം വേണം മനസ്സിലാക്കാനായിട്ട്. അതിനകത്ത് കാണിക്കുന്നത് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായാലും പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പുതിയ പ്ലഗാണ് കിടക്കണേ. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ മാറ്റിയാണ് പുതിയ പ്ലഗാണ് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. മെയിനായിട്ട് നമുക്ക് സർവീസ് സംബന്ധമായിട്ട് വർക്കുള്ളൂ. പിന്നെ ഓയിൽ ചേഞ്ചും ഫ്രണ്ടിലത്തെ പുഷ് സെറ്റും മാത്രമേ നമുക്ക് മാറ്റാനായിട്ടുള്ളൂ.